പ്രിയ പ്രേക്ഷകരെ, ലീഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വിനുവുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. വിനുവിന് നിയമപരമായ അല്ലാതെ വോട്ട് അനുവദിച്ചാൽ CPM എതിർക്കും. 2022 പട്ടികയിൽ വിനുവിന്റെ പേരില്ല. വോട്ട് ചെയ്തെങ്കിൽ അത് കള്ള വോട്ടാണ്. വോട്ടില്ലാത്ത ആളെ വെച്ചാണ് കോൺഗ്രസ് കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നത്. നിലപാട് വ്യക്തമാക്കി M മെഹബൂബ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വെവ്വേറെ വോട്ടർ പട്ടികയാണെന്ന കാര്യം അറിയാത്ത ആളാണോ VM ബിനു എന്ന് ചോദിച്ച് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. വോട്ടില്ലാത്ത ആളെ വെച്ചാണ് കോൺഗ്രസ് കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. വിനുവിന് നിയമപരമായ അല്ലാതെ വോട്ട് അനുവദിച്ചാൽ CPM എതിർക്കുക തന്നെ ചെയ്യും. വിനു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല. 2020 പട്ടികയിൽ വിനുവിന്റെ പേരില്ല. വോട്ട് ചെയ്തെങ്കിൽ അത് കള്ള വോട്ടാണെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ അയാൾ വോട്ട് ചെയ്തിട്ടില്ല. അയാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വോട്ടർ പട്ടികയിൽ അയാൾ പേരില്ല. അതേസമയം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി VM ബിനുവിന്റെ വോട്ട് വെട്ടിയെന്ന കോൺഗ്രസ് വാദം പൊള്ളയാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. 2020 വോട്ടെടുപ്പിൽ VM ബിനുവിന് വോട്ടുണ്ടായിരുന്നില്ലെന്നാണ് വിവരം. ബിനുവിന്റെ ഭാര്യ, മകൾ എന്നിവരും 2020 വോട്ട് ചെയ്തില്ല. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VM ബിനുവിനും ഭാര്യയും വോട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ 2020 വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് കണ്ടെത്തിയിട്ടും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന വാദം ആവർത്തിക്കുകയാണ് ബിനുവും കോൺഗ്രസും. കോർപ്പറേഷനിലെ 8ാം ഡിവിഷനിലെ 4ാം നമ്പർ ബൂത്തിൽ നിന്ന് താൻ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ബിനു പറയുന്നത്. അന്നത്തെ കൗൺസിലറായിരുന്ന KP രാജേഷ് കുമാറിനൊപ്പം വന്നാണ് വോട്ട് ചെയ്തതെന്നും ബിനു പറഞ്ഞിരുന്നു. ഇക്കാര്യം കോൺഗ്രസ് കൗൺസിലർമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബിനു വോട്ട് ചെയ്തതെന്ന ചോദ്യവുമാണ് ഇപ്പോൾ ഉയരുന്നത്. കോർപ്പറേഷനിലേക്കുള്ള UDFന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് VM ബിനു. കല്ലായി ഡിവിഷനിൽ നിന്നും ബിനു വോട്ട് തേടി പ്രചാരണത്തിലും സജീവമായിരുന്നു. എന്നാൽ പുതിയ പട്ടികയിലാണ് ബിനുവിന് വോട്ടില്ലെന്ന വിവരം അറിയുന്നത്. കരട് വോട്ടർ പട്ടികയോ അന്തിമ വോട്ടർ പട്ടികയോ പരിശോധിക്കാതെയാണോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചെന്ന ചോദ്യവും ഇതിനോടകം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ഉയരുന്നുണ്ട്. വോട്ടർ പട്ടിക പരിശോധിക്കാതെയാണോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന ചോദ്യത്തോട് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വോട്ടുണ്ടാവില്ലെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്നും ഇനി ചിന്തിക്കേണ്ട സമയമായി എന്നുമാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പ്രതികരിക്കുന്നത്. വിഷയത്തിൽ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് VM ബിനു. വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് നടന്നുവെന്ന് ആരോപിച്ച ബിനു കോർപ്പറേഷൻ ഓഫീസിലെ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകും. എന്തുതന്നെയായാലും ബിനുവിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാവുമോ എന്നുള്ള ചർച്ചകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നത്. എന്തുതന്നെയായാലും നിയമപരമായ അല്ലാതെ വോട്ട് അനുഭവിച്ചാൽ CPM എതിർക്കുമെന്നും മെഹബൂബ് പറയുന്നു. എന്തുതന്നെയായാലും ഇതൊരു രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ്. പ്രിയ പ്രേക്ഷകർ, വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ലീഡ് സ്റ്റോറിയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.